ഉണ്ടായിരുന്നെങ്കിലെന്ന് വികാര വായ്പകളുടെ ഓർത്തെടുക്കുന്ന ആളുകളൊക്കെ ഇവിടെയുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ മനസ്സിൽ വി എസ്? ഓർമ്മകളിലൂടെ വി എസ് ജീവിക്കും. തൊഴിലാളികളുടെ ഇടയിലൂടെ കയറി വന്ന ഒരു നേതാവാണ് വി എസ്. ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച ഒരു നേതാവ് ഇതുപോലെ ഇനി ഉണ്ടാകുമോ എന്ന് പോലും സംശയമാണ്. അത്രയ്ക്കും നല്ല ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റേത്. ഈ പുതുതലമുറയ്ക്കൊക്കെ വി എസ് അത്ര പരിചിതനാണോ? നിങ്ങളൊക്കെ എന്ത്? പരിചിതനാണ്. പക്ഷേ ഒരു മരിച്ച ശേഷവും ഒരാളെ കാത്ത് ഇത്രയും ജനങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം എത്രത്തോളം എല്ലാവരുടെ മനസ്സിൽ എത്രത്തോളമാണെന്ന് ഇപ്പം നമ്മൾ പറയേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ തന്നെ കാണാവുന്നതേ ഉള്ളൂ. എല്ലാവരും അങ്ങോട്ടേക്ക് തടിച്ചുകൂടുകയാണ്. കാരണം വാഹന വ്യൂഹം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പട്ടം പ്രധാനപ്പെട്ട ആ ജംഗ്ഷനിലേക്ക്, ആ തിരക്കേറിയ ജംഗ്ഷനിലേക്ക് ആളുകൾ തടിച്ചുകൂടുകയാണ്. ആൾക്കാർക്ക് നഗരത്തിലെ ഈ പ്രധാനപ്പെട്ട ഒരു ഇടത്ത് സമീപത്ത് മെഡിക്കൽ കോളേജുകളും മെഡിക്കൽ കോളേജും മറ്റ് സമീപ ഇടങ്ങളിൽ നിന്നൊക്കെ ഈ പാതയുടെ സമീപത്തേക്ക് ആളുകൾ കൂടുന്നു. അപർണ, നമുക്ക് മനസ്സിലാവുന്നത് ഇതേ കാഴ്ചയാണ് ഇനി കാണാനിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് കേശവദാസപുരമുണ്ട്, മറ്റ് പ്രധാനപ്പെട്ട ജംഗ്ഷനുകൾ ഇനി വരാനിരിക്കുന്നു. ഇവിടെയൊക്കെ ഇതായിരിക്കും കാഴ്ച. അങ്ങനെ നഗരം പിന്നിട്ട് ആറ്റിങ്ങൽ പോലെയുള്ള അതിർത്തി മേഖലകളിലേക്കൊക്കെ ചെല്ലുമ്പോൾ ഒരുപക്ഷെ നിയന്ത്രണത്തിനും അപ്പുറമുള്ള സാഹചര്യമാണ് ഉണ്ടാവാൻ പോകുന്നത്. അതായത് രാത്രി വൈകും, അവിടങ്ങളിലെല്ലാം തടിച്ചുകൂടുകയാണ്. അതായത് ഈ ദേശീയപാത കടന്നു പോവാത്ത ഇടങ്ങൾ കോട്ടയം ജില്ലയുണ്ട്, മറ്റ് പത്തനംതിട്ട ജില്ലയുണ്ട്, മറ്റ് മലയോര മേഖലകളുണ്ട്. ഇവിടെയൊക്കെ വി എസിന് വലിയ ആരാധകരുണ്ട്. അവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ CPIM-ന്റെ പ്രവർത്തകർ മാത്രമല്ല, വി എസ് എന്ന വികാരം സൂക്ഷിക്കുന്നവരുണ്ട്. അതിൽ ഒരുപക്ഷെ പഴയ തലമുറയിലുള്ളവർക്ക് വികാരം അല്പം കൂടി ഒരു പരിധി കൂടി നിൽക്കുമെന്നാണ് തോന്നുന്നത്. കാരണം വികാര വായ്പകളുടെ ഒരു പ്രകടനം നമുക്ക് നൽകുന്ന സൂചനകളും അങ്ങനെയാണ്. അങ്ങനെ വി എസ് എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ഒരു കാലത്ത് കേരള രാഷ്ട്രീയത്തെ, കേരളത്തിന്റെ പ്രതീക്ഷയായിരുന്ന വി എസ് എന്ന രണ്ടക്ഷരം അത് മായുമ്പോൾ അതിന് അർഹിക്കുന്ന ഒരു യാത്രയപ്പ് നൽകുകയാണ് കേരളം. ആ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. തിരുവനന്തപുരം നഗരവീഥിയിലെ ഈ കാഴ്ചകൾ ഇനി അങ്ങോട്ടേക്ക് ആലപ്പുഴയിലെ പുന്നപ്രയിലെത്തും വരെ അണമുറിയാതെ രാത്രി അർദ്ധരാത്രി വരെ നീണ്ടു നിൽക്കുന്ന കാഴ്ചകളാണ് നമുക്ക് മുന്നിൽ ഉണ്ടാവാൻ പോകുന്നത്. അപർണ.